ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലെ വാഹന വിപണികളേക്കാൾ വിദേശ വാഹന നിർമ്മാതാക്കളെ വിരമിപ്പിക്കുന്ന ഒരു വിപണിയാണ് ഇന്ത്യയുടേത്. ഈ സാധ്യത കണക്കിലെടുത്താണ് ഇന്ത്യയിൽ രാജ്യാന്തര വാഹന നിർമ്മാതാക്കളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി എത്തുന്നതും. ചൈനീസ് ബ്രാൻഡായ BYD, MG മോട്ടോഴ്സ് തുടങ്ങിയ കമ്പനികൾക്ക് പിന്നാലെ മറ്റൊരു ചൈനീസ് കമ്പനി കൂടി ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് വരാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കുന്ന ചൈനീസ് വാഹന കമ്പനിയായ ലീപ്പ് മോട്ടോഴ്സ് ആണ് ഇന്ത്യൻ വിപണിയിൽ എത്താനൊരുങ്ങുന്നത്. ലീപ്പ് മോട്ടോഴ്സ് വരുന്നത് ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ് വരവിന്റെ ഒരു പ്രത്യേകത തന്നെ. ഫിയറ്റ്, ജീപ്പ്, സിട്രോൺ ഉൾപ്പെടെയുള്ള വാഹന ബ്രാൻഡുകളുടെ മാതൃസ്ഥാപനവും അമേരിക്കൻ വാഹന നിർമ്മാതാക്കളുമായ സ്റ്റെല്ലാൻഡിസുമായി സഹകരിച്ചാണ് ഈ ലീപ്പ് മോട്ടോഴ്സ് ഇന്ത്യയിലേക്ക് എത്തുന്നത് എന്നാണ് സൂചനകൾ. ഇതിനോടനുബന്ധിച്ചുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് സ്റ്റെല്ലാൻഡിസ് ഇത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം തന്നെ ഇന്ത്യയിൽ ലീപ്പ് മോട്ടോഴ്സ് തങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കാനായിരുന്നു സ്റ്റെല്ലാൻഡിസ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് ഇത് നീണ്ടുപോകുകയായിരുന്നു. ഇന്ത്യയിലേക്കുള്ള ലീപ്പ് മോട്ടോഴ്സിന്റെ വരവ് ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. വാഹനം എന്ന് അവതരിപ്പിക്കുമെന്ന കാര്യത്തിലും ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. ലീപ്പ് മോട്ടോഴ്സ് ഇന്റർനാഷണൽ എന്ന പേരിലാണ് ഇന്ത്യയിൽ പ്രവർത്തനം നടത്തുന്നത്. ചൈനയ്ക്ക് പുറത്തുള്ള രാജ്യങ്ങളിലേക്ക് ലീപ്പ് മോട്ടോഴ്സ് വാഹനങ്ങൾ കയറ്റുമതി ചെയ്യാനും വിൽക്കാനുമുള്ള അനുമതി ഈ കമ്പനിക്കാണുള്ളത്. ഇന്ത്യയിലേക്കുള്ള വാഹന നിര ഇതുവരെ ലീപ്പ് മോട്ടോഴ്സ് പ്രഖ്യാപിച്ചിട്ടില്ല. ഇലക്ട്രിക് ഹാച്ച്ബാക്ക്, SUV സെഗ്മെന്റുകളിലായിരിക്കും ഇവരുടെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ. ടാറ്റ ടിയാഗോ EVയുമായി മത്സരിക്കുന്നതിനായി T03 എന്ന ഇലക്ട്രിക് ഹാച്ച്ബാക്ക് ലീപ്പ് മോട്ടോഴ്സ് ഇന്ത്യക്കായി പരിഗണിക്കുന്നുണ്ട് എന്നാണ് സൂചന. ഇതിനോടൊപ്പം C10 എന്ന പേരിൽ എത്തിച്ചിട്ടുള്ള 5 സീറ്റർ ഇലക്ട്രിക് SUVയും ഇന്ത്യൻ നിരത്തുകളിൽ എത്താൻ സാധ്യതയുണ്ട്. ഹ്യുണ്ടായി ക്രെറ്റ ഇലക്ട്രിക്, MG വിൻസർ, വിപണിയിൽ എത്താനൊരുങ്ങുന്ന മാരുതി വിറ്റാര തുടങ്ങിയ മോഡലുകളായിരിക്കും ഈ സെഗ്മെന്റിലെ എതിരാളികൾ. ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്ന കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ യൂണിറ്റുകളായി വാഹനങ്ങൾ എത്തിക്കാനായിരുന്നു ലീപ്പ് മോട്ടോഴ്സ് പദ്ധതിയിട്ടിരുന്നത്. സ്റ്റെല്ലാൻഡിസിന്റെ രഞ്ജൻഗാവിലുള്ള പ്ലാന്റിൽ അസംബിൾ ചെയ്യാനായിരുന്നു തീരുമാനം. എന്നാൽ ഇന്ത്യയിലെ വിപണി സാധ്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ തീരുമാനം. പ്രാഥമിക ഘട്ടത്തിൽ സ്റ്റെല്ലാൻഡിസ് ബ്രാൻഡിന്റെ ഡീലർഷിപ്പുകളിലൂടെയായിരിക്കും ലീപ്പ് മോട്ടോഴ്സിന്റെ വാഹനങ്ങൾ എത്തുക. 2015 ചൈനയിലെ ഹാങ്ഷോ ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ച ഒരു ചൈനീസ് ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളാണ് ലീപ്പ് മോട്ടോർ. ഇലക്ട്രിക് വാഹനങ്ങളിൽ വൈദഗ്ധ്യം നേടിയ ഈ ബ്രാൻഡ് ഫ്രാൻസ്, ജർമ്മനി, നെതർലാൻഡ്സ്, ഇസ്രായേൽ എന്നിവയുൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര വിപണികളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഇലക്ട്രിക് വാഹന വിഭാഗത്തിൽ വൻ മുന്നേറ്റം നടത്താനുള്ള സ്റ്റെല്ലാൻഡിസിന്റെ തുറുപ്പുചീട്ടാണ് ലീപ്പ് മോട്ടോർ. ടാറ്റ, മഹീന്ദ്ര തുടങ്ങിയ ഇന്ത്യൻ ഭീമന്മാർക്കെതിരെ ഇതിനൊരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്.